Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ വെൽക്കം. കറന്റ് പാസ് ചെയ്യുന്ന ഒരു നോർമൽ വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇന്ന് നാം സോൾവ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കറന്റ് പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ ഡ്രോ ചെയ്യുക. കൂടാതെ കറന്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ ക്ലിയർ ആയി ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇതിന് ആൻസർ ചെയ്യാൻ ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് നാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും, അതായത് കണ്ടക്ടർ സെന്റർ ആയിട്ടുള്ള സർക്കിൾസ്. ഇതിന്റെ ഡയറക്ഷൻ ഈസി ആയി കണ്ടുപിടിക്കാൻ നാം യൂസ് ചെയ്യുന്ന ട്രിക്ക് ആണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എക്സാമിന് ഈ റൂൾ എങ്ങനെ പ്രോപ്പർ ആയി സ്റ്റേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കറന്റ് പാസ് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് കണ്ടക്ടർ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തമ്പ് കറന്റിന്റെ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുക. സ്ക്രീനിലെ ഈ ഡയഗ്രം നോക്കൂ, ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി മനസ്സിലാകും. ഇപ്പോൾ നിങ്ങളുടെ ബാക്കി ഫിംഗേഴ്സ് കണ്ടക്ടറിനെ റാപ്പ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനെക്കുറിച്ച് ഒരു കാര്യം കൂടി നാം മെൻഷൻ ചെയ്യണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിന് ചുറ്റും കംപ്ലീറ്റ് സർക്കിൾസ് ഫോം ചെയ്യുന്നതുകൊണ്ട് അവ എപ്പോഴും കറന്റിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് മൈൻഡിൽ വച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.